3 ദിവസത്തെ ട്രിപ്പിൽ 14 മണിക്കൂർ യാത്രാ സമയവും ഉൾപ്പെടുന്നു. വന്നിറങ്ങിയ പാടെ ഊബർ ബുക്കിങ്ങിന് നോക്കുമ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് ഫ്രീ ബസ് സർവീസ് കാണുന്നത്. ഇവിടുന്ന് 3-4 മിനിറ്റ് നടന്നാൽ ജാലിയൻ വാലാബാഗ്, പാട്രീഷ്യൻ മ്യൂസിയം, ഗോൾഡൻ ടെമ്പിൾ എന്നിവിടങ്ങളിലെത്താം. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, അർബൻ ഗാലക്സി. നമ്മുടെ ഹോട്ടലിൽ നിന്നിറങ്ങിയാൽ കാണുന്ന ഈ തെരുവിൽ തന്നെ വേറെയും നിറയെ ഹോട്ടലുകളുണ്ട്. ഗൂഗിൾ മാപ്പിൽ ഹോട്ടൽസ് നിയർ ഗോൾഡൻ ടെമ്പിൾ എന്ന് തിരഞ്ഞാൽ സൗകര്യങ്ങളും റേറ്റും നോക്കി ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം. ഇടത്തോട്ട് തിരിയുമ്പോഴുള്ള ഈ തെരുവിലൂടെ 3 മിനിറ്റ് നടന്നാൽ ഗോൾഡൻ ടെമ്പിൾ റോഡിലെത്താം. ഇവിടുത്തെ മനുഷ്യർക്ക് തെരുവ് നായ്ക്കളോട് വലിയ കരുതലാണ്. തണുപ്പകറ്റാൻ ഉടുപ്പൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ തെരുവിന്റെ അറ്റം. ചെന്നു ചേരുന്നത് ഗോൾഡൻ ടെമ്പിൾ റോഡിൽ. ഇടത്തോട്ട് തിരിഞ്ഞാൽ ആ കാണുന്നതാണ് ശ്രീ ഗുരു ഹർമന്ദിർ സാഹിബ് എന്ന ഗോൾഡൻ ടെമ്പിൾ. ഈ സ്ട്രീറ്റിന്റെ ആ അറ്റത്താണ് ജാലിയൻ വാലാബാഗ്. ഇത് നമ്മൾ റൂമിൽ നിന്ന് വന്ന വഴി. ഇവിടുന്ന് 13 കിലോമീറ്റർ അകലെയുള്ള സദ്ദാപിണ്ടിലേക്കാണ് യാത്ര. ഓട്ടോ ചാർജ് 200 രൂപ. സദ്ദാപിണ്ട് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു പഞ്ചാബി കൾച്ചറൽ വില്ലേജ് ആണ്. 850 രൂപയാണ് പ്രവേശന ഫീസ്. ഇതിൽ ഒരു ബുഫയും ഉൾപ്പെടുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്ന രീതിയിൽ സമയം ക്രമീകരിച്ചാൽ പ്രവേശന ഫീസ് പ്രയോജനപ്പെടുത്താം. തനത് പഞ്ചാബി വീടുകൾ, ജീവിത രീതി, ഭക്ഷണം എല്ലാം പരിചയപ്പെടാം ഇവിടെ. $50 രൂപ കൊടുത്താൽ ദസ്തർ എന്നു പേരുള്ള സിഖ് ടർബൻ കെട്ടിത്തരും. ഞങ്ങൾക്ക് മുമ്പ് ഇത് അണിയാനിരുന്നയാളും കൂടെയുള്ളവരും ആർത്ത് ചിരിച്ച് പരിഹാസ്യമായാണ് പെരുമാറിയത്. കെട്ടിക്കൊടുക്കുന്നയാളിന്റെ മുഖം മ്ലാനമായി. സിഖ് വിശ്വാസത്തിൽ വളരെ മൂല്യമുള്ളതാണിത്. ഇത് അണിയാനിരിക്കുമ്പോൾ ബഹുമാനത്തോടെ ആയിരിക്കാൻ ശ്രദ്ധിക്കാം. കെട്ടിത്തീർന്ന് സേതുവിനെ കണ്ടപ്പോൾ കറക്റ്റ് സിഖ് ലുക്ക്. ഇനി ശ്രീ ഗുരു ഹർമന്ദിർ സാഹിബ്. തൊട്ടു മുമ്പിലുള്ള കടയിൽ നിന്ന് 20 രൂപയ്ക്ക് അവർ തലയിൽ ഈ തുണി കെട്ടിത്തരും. സൗജന്യമായി ഉത്തരവാദിത്തോടെ ചെരുപ്പും ബാഗും സൂക്ഷിക്കുന്ന കൗണ്ടറുകളുണ്ട് ഇവിടെ. ഐസിൽ കാലുവെക്കുന്ന പോലെ. സേതു മാറ്റിൽ നിന്ന് മാറ്റിലേക്ക് അടിവെച്ച് നടന്നു. കൈകളും കാലുകളും കഴുകി ശുദ്ധി വരുത്തി. വിനയത്തിന്റെ പടവുകൾ ഇറങ്ങി. ആ കുഞ്ഞു ബോർഡ് കണ്ടോ? വീഡിയോ എടുക്കരുതെന്ന് അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാതെ ഞങ്ങൾ ചറ ഗിംബൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു. പ്രായമായ ഒരു ഗാർഡ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഫോണും ഗിംബലും തട്ടിപ്പറിച്ചു. ഇദ്ദേഹം ഗുർവിന്ദർ സിംഗ് ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇവിടെ ആർക്കു വേണമെങ്കിലും വരാം. ചില ആളുകൾ വീഡിയോ എടുത്ത് മോശം മ്യൂസിക് എല്ലാം കയറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിൽ ബഹുമാനം വേണ്ടേ? ടിവിയിലും സിനിമകളിലും മാത്രം കണ്ടുകുതിച്ച ഗോൾഡൻ ടെമ്പിൾ ഇതാ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ശ്രീകോവിലിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് കാണുവാനായി 1.25 മണിക്കൂർ ക്യൂ നിന്നപ്പോഴും, പ്രദക്ഷിണ വഴിയിലൂടെ നടന്നപ്പോഴും, അമൃത സരോവരം നോക്കി നിന്നപ്പോഴും അതുവരെ അനുഭവിക്കാത്ത ശാന്തതയായിരുന്നു ഉള്ളിൽ. രാത്രി വേറെ ഒരു ഭംഗിയാണ് ടെമ്പിളിന്.
ലങ്ക, ഇതാണ് ശരിക്കും അത്ഭുതം. ടെമ്പിളിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് വിശപ്പകറ്റാം. പാത്രങ്ങൾ കഴുകുന്നിടം. താഴെ ഇടതുഭാഗത്താണ് കൈ കഴുകുന്നത്. രണ്ടിടത്തുനിന്നും വരുന്ന അഴുക്കുവെള്ളത്തിൻ്റെ ബ്ലോക്ക് ഒരു മനുഷ്യനിവിടെ കുനിഞ്ഞിരുന്ന് വെറും കൈകൊണ്ട് കോരി കോരി കളയുന്നു. ഞാനാണെങ്കിൽ കപ്പോ മഗ്ഗോ ചിരട്ടയോ ഒരു ബ്രെഡിൻ്റെ കവറെങ്കിലും അന്വേഷിച്ചു പോയേനെ. രാത്രി 10:30 ഞങ്ങൾ നോക്കുമ്പോൾ ഈ അടുക്കളയിൽ കൊച്ചു കുട്ടികൾ ഇരുന്ന് ജോലികൾ ചെയ്യുന്നു. 11 മണിയോടെ പുറത്തു കടക്കുമ്പോൾ കുടിവെള്ളം വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ ഈ കൊച്ചുമകൻ ഇരുന്ന് ജോലി ചെയ്യുന്നു. സേവ 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 തന്നെയാണ് ഇവർക്ക് ജീവിതം. ഗ്രന്ഥത്തിലുള്ളത് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് സിഖുകാർ ഇവിടെ. രാത്രി 9 മണിയോടെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തുമ്പോൾ കാലത്ത് കണ്ട ക്യൂ ഒന്നുമില്ല. പ്രദക്ഷിണ വഴിയോട് ചേർന്ന് ഒരുപാട് പേർ ഉറങ്ങുന്നു. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ തങ്ങാം. ലങ്കാറിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. മനസ്സുണ്ടെങ്കിൽ സേവനവും ചെയ്യാം. ഞങ്ങൾ ചെറുതായ ഷോപ്പിങ്ങും നടത്തിയിരുന്നു. ഇതാണ് ഹെറിറ്റേജ് റോഡ്. ഇതിനോട് ചേർന്ന് ടെമ്പിൾ റോഡ്. രണ്ടും ഷോപ്പിംഗ് ഏരിയ തന്നെ. ഇങ്ങോട്ട് പോരുമ്പോൾ ഷെറിമോൾ പ്രത്യേകം പറഞ്ഞു ഫുൽക്കാരി ഷോൾ മിറർ വർക്കുള്ളത് വേണമെന്ന്. കുറേ കടകളിൽ കയറി അനേകം ഫുൽക്കാരികളുടെ ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്ത് കുറച്ച് അധ്വാനിച്ചിട്ടാണെങ്കിലും 4 എണ്ണം സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു. സേതുവിനും ഇതേ അവസ്ഥയാണെന്ന് കണ്ടപ്പോൾ ഒരാശ്വാസം. ഞങ്ങളെ കടന്നു പോയതായിരുന്നു ഇദ്ദേഹം. സേതു തിരിച്ചു വിളിച്ചു. വേണ്ട, അല്ലെങ്കിലും തീരുമാനം സ്ത്രീകളുടെ ആണെങ്കിൽ പിന്നെ ഒരു സമാധാനവും സന്തോഷവുമാണ്. ഹോട്ട് മിൽക്കിനായി കൊതിയോടെ കാത്തു നിൽക്കുന്നു സേതു. ഞാനും. ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യം പിന്നെ പ്രശസ്തമാണല്ലോ. കുലിച്ച കഴിക്കാൻ മറക്കരുത്. പിന്നെ കാണുന്നതും കിട്ടുന്നതും എല്ലാം കഴിച്ചോളൂ. ഇനി അട്ടാരി ബോർഡറിലേക്ക്. പുറപ്പെടാൻ വൈകിയതുകൊണ്ട് മുന്നിൽ കണ്ടയാളുമായി ധാരണയിലെത്തി ഈ ഓട്ടോയിൽ ഞങ്ങൾ യാത്രയായി. ഒരാൾക്ക് 150 രൂപ. ബോർഡറിൽ കൊണ്ടുപോകും. പരിപാടി കഴിഞ്ഞ് തിരികെ കൊണ്ടുവിടും. ഓട്ടോ യാത്ര അല്പം പ്രയാസകരമാണ്. അമൃത്സറിൽ നിന്ന് അട്ടാരിയിലേക്ക് 35 കിലോമീറ്റർ ദൂരം 1-1.25 മണിക്കൂർ യാത്രയുണ്ട്. ബോർഡറിൽ വെച്ച് കണ്ട മലപ്പുറത്തു നിന്നുള്ള യുവാക്കൾ പറഞ്ഞു അവർ 150 രൂപ നിരക്കിൽ തന്നെ ടവേരയിലാണ് വന്നതെന്ന്. ടാക്സി ആണെങ്കിൽ സെറമണി നടക്കുന്നതിൻ്റെ കവാടം വരെ പോകും. ഓട്ടോയിലാണെങ്കിൽ അല്പദൂരം നടക്കുകയോ 100 രൂപയുടെ സൈക്കിൾ റിക്ഷ എടുക്കുകയോ വേണം. BSF ആണ് നമുക്ക് വേണ്ടി പരിപാടിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഇന്ത്യ. ആ വേലിക്കപ്പുറം പാകിസ്ഥാൻ. ജാലിയൻ വാലാബാഗ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായി കണ്ട് അവിടെ എല്ലാം ഉല്ലാസത്തോടെ ഫോട്ടോസ് എടുത്തു കൂട്ടുന്നവരെ കണ്ടു. കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ള ഒരു ജനക്കൂട്ടം പ്രാണനും കൊണ്ട് വെടിയുണ്ടുകൾക്കിടയിലൂടെ ഓടിയ അവരുടെ ശവശരീരങ്ങൾ കുമിഞ്ഞും കൂടിക്കിടന്ന മണ്ണല്ലേത്. അവിടെ നടക്കുമ്പോൾ ആ ഓർമ്മ മാത്രം ഉണ്ടാവട്ടെ. ഇവിടുന്ന് ദിവസത്തേക്ക് 500 രൂപ നിരക്കിൽ സ്കൂട്ടർ വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു. തലേ ദിവസം അട്ടാരി ബോർഡറിലേക്കുള്ള യാത്രയിൽ ഹൈവേക്ക് ഇരുവശവുമായി കണ്ട ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും അവിടുത്തെ മനുഷ്യരെയും കാണാനുള്ള കൊതിയോടെ. 3-ാം ദിവസം ബാക്കിയുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ കാണിച്ചു തരുന്ന ദുർഗ്യാന ടെമ്പിൾ, ഗോവിന്ദ്ഗഡ് ഫോർട്ട് ഇവിടെയെല്ലാം പോകാമായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇതാണ്. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് കണ്ണിൽ കണ്ട ഇടവഴിയിലൂടെയെല്ലാം ഞങ്ങൾ വണ്ടിയോടിച്ചു.
അതിരാവിലെ കൃഷിയെല്ലാം നോക്കാനിറങ്ങിയ അനുഭവ സമ്പത്തുള്ള കർഷകനെ പോലെ സേതു നടന്നു. ഇനി കാണുന്ന വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ യാത്രയിലെ പ്രധാന വ്യക്തിയെ കാണുന്നത്. ആ നടന്നു പോകുന്ന മനുഷ്യൻ. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ട് ഈ പോയ സഹോദരി രൂക്ഷമായി നോക്കി ഞങ്ങളെ ചൂണ്ടി അദ്ദേഹത്തോട് എന്തോ പറഞ്ഞു. അദ്ദേഹം അടുത്തു വന്നു. ഞങ്ങൾ ഫോണെല്ലാം മാറ്റി നമസ്കാരം പറഞ്ഞു. അമൃത്സറിൽ ടൂർ വന്നതാണെന്നും ഇവിടെ ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം കാണാൻ വന്നതാണെന്നും പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ സർപഞ്ചായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലം 2 കോടി രൂപ വിളവ് നൽകുന്നതാണെന്നും അതിനപ്പുറത്ത് റോഡിനോട് ചേർന്നുള്ള ഭാഗം 7 കോടി രൂപയുടെ കൃഷിസ്ഥലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അവരോട് സംസാരിച്ചു. അവരുടെ സമ്മതത്തോടെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. 2-4 പേരുടെ സംഘങ്ങളായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 500 രൂപയ്ക്ക് സ്കൂട്ടർ വാടകയ്ക്ക് എടുത്ത് അട്ടാരിയിലേക്ക് പുറപ്പെട്ടാൽ ഈ ഗ്രാമങ്ങളും കാണാം, സെർമണിയും കാണാം. നിങ്ങളുടെ ഇഷ്ടത്തിന് സമയത്തിനനുസരിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. കണ്ണും മനസ്സും നിറച്ച കാഴ്ചകൾ ഒരുപാട് അമൃത്സരത്തെന്നെങ്കിലും ദേ ഈ കാണുന്ന മുതലുണ്ടല്ലോ, ഗുരു ഹർമന്ദിർ സാഹിബ് ഗോൾഡൻ ടെമ്പിൾ, ഇത് ഉള്ളിലാണ് തൊട്ടത്. തിരിച്ചിറങ്ങി അത്താണിയിൽ സേതുവിനോടൊത്തൊരു സെൽഫി എടുത്ത് ബൈ പറഞ്ഞ് വീട്ടിലെത്തി ഷെർമോളെയും 2 കുഞ്ഞന്മാരെയും കണ്ടപ്പോൾ സന്തോഷം.